സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനയിൽ അവിടുത്തെ രാജ്യം വരേണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിരിക്കണം. സ്വർഗത്തിലെ പോലെ ഭൂമിയും ആയിത്തീരുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നത്. ഈ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരേണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമില്ലേ? വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഭരണമായിരുന്നു ലോകത്തിൽ ഉണ്ടായിരുന്നത്. ദൈവം നേരിട്ട് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം എന്ന് പറഞ്ഞാണ് മുൻകാല പിതാക്കന്മാർ ദൈവജനത്തെ നയിച്ചിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നത്. കാരണം യഹോവയാം ദൈവം നേരിട്ട് ഭരിച്ചു. അവരനുസരിച്ചിരുന്ന നിയമമോ അവരുടെ തോറ നിയമഗ്രന്ഥങ്ങളായിരുന്നു. അവരോട് കൂടെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ സാമീപ്യം അറിയിച്ചിരുന്ന സാക്ഷ്യപ്പെട്ടകവും ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് അവരറിഞ്ഞിരുന്നത് പ്രവാചകന്മാരുടെ അറിയിപ്പുകളുമായിരുന്നു. എന്നാൽ 1 ശമൂവേൽ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ എത്തിയപ്പോഴത്തേക്കും ഇസ്രായേൽ ജനം തങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് ശമൂവേലിനോട് പറയുകയാണ്. അവിടെ ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, എന്തിന്? നമുക്ക് രാജാവായി യഹോവയുണ്ടല്ലോ എന്ന്. ഇസ്രായേൽ ജനം വീണ്ടും പറയുകയാണ്, പോരാ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്നുള്ള ആവർത്തിച്ചുള്ള പറച്ചിലിൽ ദൈവം അവരെ ഓർമ്മിപ്പിച്ചു, തരാം, പക്ഷേ അതിനൊക്കെ ചില കോൺസിക്വൻസസ് നിങ്ങൾക്കുണ്ടാവും, അതിനൊക്കെ ചില വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ശൗലിൻ്റെ വീഴ്ച നമുക്കറിയാവുന്നതാണ്. വീണ്ടും ദാവീദിനെ അഭിഷേകം ചെയ്തു. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് രാജാക്കന്മാരുണ്ടായപ്പോൾ പാപം പെരുകി, അവരുടെ ഇടയിൽ വീഴ്ചകൾ വന്നു. പ്രവാചകന്മാർ അരുളി ചെയ്തു, ഈ ദൈവരാജ്യം ഭൂമിയിൽ വീണ്ടും സ്ഥാപിതമാകാൻ മശിഹ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. അന്ന് മുതൽ അന്തപുരത്തുള്ള രാജ്ഞിമാരെല്ലാം മശിഹായെ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ ഒരു കേവലം ബാലികയുടെ ഉദരത്തിൽ രാജാവായ ക്രിസ്തു മാലാഖമാരുടെ നാട്ടിൽ നിന്ന്, ക്രോപകൾ വഹിക്കുന്ന തേരിൽ നിന്ന്, അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ വലതു ഭാഗത്ത് നിന്ന് സകല മഹിമയും വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പീലാത്തോസിൻ്റെ മുൻപിൽ, ഒരു ന്യായപാലകന്റെ മുൻപിൽ, ലോകത്തെ ഭരിക്കുന്നതിൻ്റെ മുൻപിൽ നീ രാജാവാകുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് താൻ പറഞ്ഞു, എൻ്റെ രാജ്യമോ അത് ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് താൻ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ശിഷ്യന്മാരോ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ദൈവജനം എങ്ങനെ ആയിരിക്കണമെന്ന് ആദിമ സഭയിൽ കൂടി പഠിപ്പിച്ചു. ഈ രാജ്യം എന്ന് പറയുമ്പോൾ അമേരിക്ക ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കൊള്ളട്ടെ, എല്ലാ രാജ്യത്തിനും രാജ്യത്തിൻ്റെതായ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്, അടിസ്ഥാനമായ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അടിസ്ഥാനമായ ഡ്യൂട്ടികളുമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് ഇത്രയും ദിവസം ദൈവരാജ്യം വരണമേ എന്ന് വിളിച്ചു പറഞ്ഞ നമുക്ക് നമ്മളുടേതായ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അവകാശം ദൈവ മക്കളാകാനുള്ള അവകാശം. ഏറ്റവും വലിയ അവകാശമാണ് ദൈവ മക്കളാകാൻ. പുത്രത്വം നൽകി ദൈവരാജ്യത്വത്തിൻ്റെ പൗരത്വം കൃപയാലത്രേ നമുക്കവൻ നേടിത്തന്നത്. ക്രൂശിൽ അവസാന തുള്ളി രക്തവും വീണ്ടെടുത്ത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ദൈവമക്കളാകാനുള്ള വലിയ അവകാശം നമുക്ക് നേടിത്തന്നു. 2, നമ്മളോട് പറഞ്ഞു, വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയാണ്, ഞാനെല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങളുടെ താഴ്ചയിലും നിങ്ങളുടെ വേദനകളിലും നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങളുടെ ഭാരങ്ങളിലും നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങളുടെ പഠനങ്ങളിലും നിങ്ങളുടെ ചോദ്യങ്ങളുടെയും ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം. 3, നിത്യജീവങ്കിലേക്കുള്ള പ്രവേശനം. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മുടെ അവകാശമാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തെ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. 4, ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ സ്വർഗീയ പൗരത്വത്തിൻ്റെ അവകാശവും നമുക്ക് ദൈവം നേടിത്തരികയാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന കടമകളോ ദൈവത്തെ രാജാവായി അംഗീകരിക്കാൻ,
ദൈവത്തെ രാജാവായി അംഗീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തെ രാജാവായിട്ട് ഞാൻ അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അണുവിടാതെ ദൈവമേ ചെയ്യുവാൻ നിന്റെ കൃപയിൽ മാനസാന്തരവും വിശുദ്ധ ജീവിതവും കൂടി നമ്മൾ നേടിയെടുക്കണം. രണ്ടാമത് പറയാണ് കടമ, നീതിയിലും സ്നേഹത്തിലും ജീവിക്കണം. വിശുദ്ധ മത്തായി 22:37 പറയാണ് നീതിയിലും സ്നേഹത്തിലും ജീവിക്കണം. മൂന്നാമതായിട്ടുള്ള നമ്മുടെ കടമ, സാക്ഷ്യമുള്ള ജീവിതമുള്ളവരായിരിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭക്തിയുടെ വേഷം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ശക്തിയുള്ള സാക്ഷ്യങ്ങൾ സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ഒക്കെ ഉണ്ടാകുക എന്നത് പറയണമെങ്കിൽ ക്രൂശിനെ വഹിക്കാൻ തയ്യാറാകണം. ക്രൂശ് വഹിക്കാൻ തയ്യാറാകണം. കാരണം ദൈവരാജ്യം വെറും ഒരു ആനുകൂല്യമല്ല, അതൊരു വലിയ വിളിയും വലിയൊരു ഉത്തരവാദിത്വവുമാണ്. അവകാശങ്ങളെല്ലാം കൃപയാലാണ് ഒരു വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ഐഹികമല്ല എൻ്റെ ഭരണം എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു. ശിഷ്യന്മാർ ആദിമസഭയിൽ പല ഭാഗത്തായിട്ട് സഞ്ചരിച്ചു. അവരത്രേ നമ്മെ വിശ്വാസത്തിൽ നടത്താൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി തളർന്നു പോകാതെ ഇരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച പിതാക്കന്മാർ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിലും ഈ ലോക ജീവിതത്തിൽ നമുക്കേറെ പരിമിതികളുണ്ട്, നമുക്കേറെ സങ്കടങ്ങളുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ നന്നേ പാടുപെടുന്നവരാണ്. ഒരു വശത്തുകൂടി നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ സമാധാനം നഷ്ടപ്പെടും, ഒരു വശത്തൂടെ സമാധാനം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ സാമ്പത്തികം നഷ്ടപ്പെടും, സാമ്പത്തികം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ മക്കളെ കൊണ്ടുള്ള സമാധാനം. ഇങ്ങനെ തുഴഞ്ഞു 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 പോകുന്നവരാണ് ഓരോ ദിവസവും നമ്മൾ. ഒരിക്കലേ സന്ധ്യ സമയത്ത് ഒരു പുഴയുടെ വക്കൽ ഒരാൾ ഓടി വരികയാണ്. അയാൾ ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച, അവിടുത്തെ അവസാനത്തെ വള്ളവും കെട്ടിയിട്ട് അന്നത്തെ വള്ളം യാത്ര അവസാനിപ്പിച്ച് വള്ളക്കാരൻ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. ഈ മനുഷ്യൻ ആ വള്ളക്കാരൻ്റെ കാലിൽ വീണ് പറഞ്ഞു, അയ്യോ ചേട്ടാ പോകല്ലേ, എനിക്ക് അക്കരെ പോണം. വള്ളക്കാരൻ പറഞ്ഞു, അതിനുള്ള സമയം കഴിഞ്ഞു, ഇന്നിനി വള്ളം സർവീസ് ഇല്ല. കാരണം കാറ്റ് പ്രതികൂലമാണ്, ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, സന്ധ്യ കഴിഞ്ഞു, ഇനി വള്ളം ഇറക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ ചേട്ടാ അങ്ങനെ പറയരുത്, എനിക്ക് അക്കരെ പോയേ പറ്റുള്ളൂ, എൻ്റെ കയ്യിലൊരു ഭാണ്ഡമുണ്ട്, എനിക്കിതപ്പുറത്ത് കൊടുത്തേ പറ്റൂ, ഇതപ്പുറത്ത് കൊണ്ടുപോയേ പറ്റൂ. ഈ വള്ളക്കാരൻ പറഞ്ഞു പറ്റില്ല. ഇയാളെ വള്ളക്കാരൻ്റെ കാലിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ. ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങി വള്ളക്കാരൻ വള്ളത്തിൻ്റെ കെട്ടഴിച്ചു, വെള്ളത്തിലേക്ക് ഇറക്കി, അയാളെയും കയറ്റി വള്ളത്തിലിരുത്തി തുഴഞ്ഞു മുന്നോട്ട് പോകുകയാണ്. ഭയങ്കരമായ കാറ്റ്, വള്ളം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ വള്ളക്കാരൻ തോണിയിൽ കയറിയിരുന്ന ആളിനോട് ചോദിച്ചു, നീന്താൻ അറിയാമല്ലോ അല്ലേ? അയാൾ പറഞ്ഞു ഇല്ല. വള്ളക്കാരൻ ചോദിച്ചു, എന്താ പറയുന്നത്, നീന്താൻ അറിഞ്ഞൂടെയോ? ഇല്ല, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. വള്ളക്കാരൻ്റെ ഉള്ളിൽ ആദ്യമായി അയാൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ വള്ളത്തിൽ കയറിയത്? അപ്പോഴും അയാൾ ആ ഭാണ്ഡം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയാ, എനിക്ക് അപ്പുറത്ത് പോയേ പറ്റൂ ചേട്ടാ. ഈ വള്ളം മുന്നോട്ട് പോയി, കാറ്റ് ഭയങ്കരമായി കൂടി, ശക്തിയായി മഴ പെയ്തു. മഴ ചടപടയെന്ന് പെയ്യുന്ന കൂട്ടത്തിൽ ഈ വള്ളം ദിശ തെറ്റി മറിഞ്ഞു. ഈ വള്ളം മറിഞ്ഞപ്പോൾ വള്ളക്കാരൻ്റെ ഉള്ളിൽ വലിയ സങ്കടമായി. വള്ളക്കാരൻ മുങ്ങാങ്കുഴിയിട്ട് ഈ മനുഷ്യനെ വെള്ളത്തിലൊക്കെ തപ്പുകയാണ്. എത്ര നോക്കിയിട്ടും ഈ വെള്ളത്തിൽ അയാളെ കാണാൻ പറ്റുന്നില്ല. നിരാശയോടെ വള്ളക്കാരൻ നീന്തി അപ്പുറത്തെ കരയിലെത്തി. സങ്കടത്തോടെ അയാൾ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന സമയത്ത് ഒരു കാൽ പെരുമാറ്റം, ഒരു അനക്കം. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതായത് തൻ്റെ കൂടെ തോണിയിലിരുന്ന ആള്. ഈ വള്ളക്കാരൻ വലിയ അതിശയമായിട്ട് ചോദിച്ചു, എപ്പോൾ വന്നു? കുറച്ച് നേരമായി വന്നിട്ട്. എങ്ങനെ വന്നു? അതൊക്കെ ഞാൻ കയറി, കയ്യിൽ ആ ഭാണ്ഡം അപ്പോഴും ഉണ്ട്. ഈ വള്ളക്കാരൻ ചോദിച്ചു, താങ്കൾക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ താങ്കൾ എങ്ങനെ ഇവിടെ എത്തിയത്? അയാൾ വീണ്ടും ആ ഭാണ്ഡം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നീന്തിയേ മതിയാവൂ, എനിക്ക് നീന്തിയേ മതിയാവൂ, എനിക്ക് അപ്പുറത്ത് ചെന്നേ മതിയാവൂ. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ഇതുപോലെയല്ലേ? ഓരോ ദിവസവും നിരാശ വരുമ്പോൾ, ഓരോ ആഴ്ചയിലും നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ നിരാശ വരുമ്പോൾ പലപ്പോഴും മതി ജീവിതം എന്ന് വിചാരിച്ചിട്ടും
ധൈര്യത്തോടെ മുന്നോട്ട് പോയത് പലപ്പോഴും നീന്തൽ അറിഞ്ഞിട്ടല്ല, നീന്തിയിട്ടാണ്. ആ നീന്തലിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സന്ധ്യയുടെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധ യൂദാ എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ യൂദാ എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന്. ആകയാൽ പ്രിയമുള്ള വിശ്വാസികളെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നാം എന്തൊക്കെ ചെയ്യണം? 1, ആത്മീക വർധനവ് വരുത്തണം. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 3, നിത്യജീവനായിട്ട് കാത്തിരിക്കണം. 4, ദൈവ സ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. വിശുദ്ധ യൂദായുടെ ലേഖനം, വിശുദ്ധ വേദപുസ്തകത്തില് പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ലേഖനം, ഒറ്റ അധ്യായവും 25 വാക്യങ്ങളും മാത്രമുള്ള ഏറ്റവും ചെറിയ ലേഖനം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അങ്ങേ തലക്കൽ അവസാനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ തൊട്ട് മുൻപിൽ കിടക്കുന്ന ഒരു ചെറിയ ലേഖനം. ഈ ചെറിയ ലേഖനമാണെങ്കിലും മർമ്മപ്രധാനമുള്ള ലേഖനമാണ്. കാരണം വിശുദ്ധനായ യൂദാ, അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായ യൂദാ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന യൂദാ ആരാണ്? ഇസ്കറിയോത്ത യൂദാ. കാരണം 12 പേരിൽ പെട്ടെന്ന് നമുക്കറിയാവുന്ന ആരേ മാത്രമേ ഉള്ളൂ? ഇസ്കറിയോത്ത യൂദാ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെപ്പോഴും നിറവുകളിലേക്കല്ല, കുറവുകളിലേക്ക് നോക്കുന്നവരാണ്. മറ്റുള്ളവരുടെ നിറവുകളിലേക്കല്ല. ബാക്കി 11 പേരിൽ വിരലിലെണ്ണാവുന്നവരെ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഇസ്കറിയോത്ത യൂദായെ അറിയാം. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്കറിയോത്ത യൂദാ അല്ലാത്ത യൂദാ യേശുവിനോട് ചോദിച്ചു എന്ന്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു. വീണ്ടും ഈ യൂദാ ആർക്കാണ് ഈ ലേഖനം എഴുതിയത്? യെരൂശലേമിലെ ജനത്തിനായിരുന്നു എഴുതിയത്. കാരണം എന്താണ്? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിനെതിരായിട്ട് ദുരുപദേശക്കാർ സഭയിൽ വർദ്ധിച്ചു വന്നപ്പോൾ തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധയുള്ള കേൾവിക്കാരാകണമെന്നാണ് വിശുദ്ധ യൂദാ നമ്മോടും ആവശ്യപ്പെടുന്നത്. 2, വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. സഭയിൽ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ, രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ, സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ, എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ കാവൽക്കാരും ക്രിസ്തുവിൻ്റെ സാക്ഷികളുമായ നാം ചെയ്യേണ്ടത്. വിശുദ്ധ യൂദായുടെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ എന്ന ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസൻ, ശിഷ്യൻ എങ്ങനെയാണ് ദാസനാകുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദാസനാകുക എന്ന് പറയുന്നത് വല്ല യേശുദാസൻ എന്ന് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ. കാരണം ദാസനാകാൻ ആർക്കും ഇഷ്ടമില്ല. നമുക്കെല്ലാവർക്കും ബോസ് ആവാനാണ് ഇഷ്ടം. കുടുംബത്തിൽ ദാസനാവാൻ ഒരപ്പൻ എത്ര ഇഷ്ടപ്പെടും? ഒരമ്മ ദാസിയാകാൻ എത്ര ഇഷ്ടപ്പെടും? മക്കൾ ദാസരാകാൻ എത്ര ഇഷ്ടപ്പെടും? എവിടെയും ഒന്നാമനാകാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ യൂദാ എന്തുകൊണ്ടാണ് തന്നെ തന്നെ ദാസൻ എന്ന് വിളിക്കുന്നത്? യൂദായുടെ മുൻപിൽ വെച്ചാണ് കർത്താവായ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുക, ഞങ്ങളിൽ ആരാ വലിയവൻ? കർത്താവിന് മറുപടിയായിട്ട് കർത്താവ് താൻ എഴുന്നേറ്റ് അരയിൽ കച്ചകെട്ടി താഴെയിരുന്ന് കാല് ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനാകുന്നു. കർത്താവ് സ്വയം ദാസനാകാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദാസനായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരണമെന്നാണ് യൂദാ തൻ്റെ സ്വന്തം ജീവിതത്തിൽ കൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ യൂദായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീനെന്ന്. എന്താണ് അവർ പറഞ്ഞത്? ഒന്നാമതായിട്ട് അവർ പറയാണ്, അന്ത്യകാലത്ത്
ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന്. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, അവർ പ്രാകൃതന്മാർ, അവർ ആത്മാവില്ലാത്തവരാണെന്ന്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവര്. ഇന്ന് ഭക്തിയുള്ളവരാണ് നമ്മളെന്ന് അവകാശപ്പെടുന്നവരാ. എന്നാൽ ഭക്തിയും ഭക്തിയില്ലാത്ത ജീവിതമുള്ളവരുമായിട്ട് നമ്മളെ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ആമോസ് പ്രവാചകൻ കാണുന്നത് പോലെ യഹോവയുടെ കയ്യിൽ ഒരു തൂക്കുകെട്ട പിടിച്ച് നമ്മളെ ഒന്ന് തൂക്കി നോക്കിയാൽ ഭക്തരാണെന്ന് പറയുന്ന നമ്മളും അല്ലാത്തവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന വിശ്വാസികൾ ഉണ്ടാകും. അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സഭയിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, വീട്ടിലായിക്കൊള്ളട്ടെ, സഹോദരങ്ങളുടെ ഇടയിലായിക്കൊള്ളട്ടെ, അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്. തമ്മിൽ ഭിന്നതയുടെ ആത്മാവുള്ളവർ. അത് കാരണം അവർ പ്രാകൃതന്മാരാണ്. അവർ ദൈവ സ്വഭാവമുള്ളവരല്ല. 3, അവർ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരാ. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, ഈ അന്ത്യകാലത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? എന്നാൽ അങ്ങനെയുള്ളവരെ വിമർശിക്കുക എന്നതല്ല ഇന്ന് നമ്മുടെ ദൗത്യം. അവരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? 20-ാമത്തെ വാക്യം പറയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി 4 കാര്യങ്ങൾ, ദൈവരാജ്യം നമ്മളുടെ ഇടയിൽ വരാൻ 4 കാര്യങ്ങൾ ചെയ്യണം. 1, സ്വയം ആത്മീക വർധനവ് വരുത്തുന്നവരായിരിക്കണം. ആത്മീകതയുള്ളവരാണ് നമ്മൾ. എന്നാൽ ആത്മീക വർധനവ് വരുത്താൻ ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ ഭക്തനാണ്, സമൂഹത്തിൻ്റെ മുൻപിൽ ഞാൻ ഭക്തനാണ്, സഭയുടെ മുൻപിൽ ഞാൻ ഭക്തനാണ്, എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ്? എൻ്റെ ആത്മീയതയിൽ 2025 നിന്ന് ദൈവം 2026 എനിക്ക് ജീവിക്കാൻ അവസരം തന്നു. ഈ 2 ദിവസം ദൈവത്തിൻ്റെ അതിവിശുദ്ധ വചനം കേട്ടു. തിരുമേനി ചോദിച്ചതുപോലെ മാനസാന്തരപ്പെടാൻ ഈ ദിവസങ്ങളിൽ കേട്ടു, തലയാട്ടി, എഴുതി, പോയി. കർത്താവ് നമ്മളോട് പറഞ്ഞ ഏറ്റവും സിമ്പിളായ ഉപമ ഏതാണെന്നറിയാമോ? വിതക്കാരൻ്റെ ഉപമയാണ്. ഈ വിതക്കാരൻ്റെ ഉപമയിൽ വിതക്കാരൻ വിത്ത് വിതച്ചു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിൻ്റെ ഇടയ്ക്ക് വീണു, ചിലതോ നല്ല നിലത്ത് വീണു. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ കേൾക്കുന്നത് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ചിലത് വഴിയരികിൽ വീണു. ചിലരുടെ ഹൃദയം ഇതുപോലെയാണ്, വഴിയരികിൽ വീണ വിത്ത് പോലെ കുറച്ചു നേരമൊക്കെ കൊണ്ടു നടക്കും. അപ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പെരുന്നാളോ ഉത്സവമോ നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്, സഹോദരങ്ങൾ തമ്മിൽ ചെറിയൊരു കാര്യം നടന്നു, അതിൻ്റെ മുകളിൽ കൂടി ചവിട്ടി ക്രൈസ്തവ ധർമ്മം നമ്മൾ മറന്നുപോയി. നമ്മളും പ്രാകൃതന്മാരെ പോലെ ആകുന്നുണ്ടോ? ചിലരുടെ വിശ്വാസമോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയാ. കേൾക്കുമ്പോൾ ഓർക്കും, നാളെ തൊട്ട് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പോവാം, നാളെ രാവിലെ ഒന്ന് ആയിക്കോട്ടെ, ഞാൻ രാവിലെ തൊട്ട് ഇത് ചെയ്യാൻ പോവാ, പക്ഷെ ഞാൻ പഴയ ഞാൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആഴത്തിൽ വേരില്ലാത്ത വിശ്വാസമാണ് എനിക്ക്. എന്നെ കാണുന്നവന് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നവന് ക്രിസ്തുവിനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നോട് ഇടപെടുന്നവന് ക്രിസ്തുവിനോട് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ, സാക്ഷ്യ ജീവിതത്തിലെ വലിയൊരു ചോദ്യമായിരിക്കണം. 3-ാമത്തെ വിത്ത് മുള്ളുകളുടെ ഇടയിലാണ്. ചിലരുണ്ട് കേട്ടോ, അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിട്ട് തീർക്കുക. പക്ഷെ മുള്ളുകളും ആത്മീയതയോടൊപ്പം വളരും. രണ്ടുമുണ്ട്, ഒരുപോലെയാണ്. 2 ഒരുപോലെ കൊണ്ട് നടക്കുന്ന വേറെ കുറച്ച് പേര്. എന്നാൽ കർത്താവ് നമ്മളോട് പറയാ, നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ നമ്മുടെ ഉള്ളിൽ കടക്കുമ്പോൾ മാത്രമാണ് ദൈവമേ, നിന്റെ രാജ്യം എൻ്റെ ഭവനത്തിൽ വരാൻ, എൻ്റെ ഹൃദയത്തിൽ വരാൻ, എൻ്റെ സഭയിൽ വരാൻ, ഞാൻ എന്ന ഒരു വ്യക്തി നന്നാവാൻ എന്നെ സഹായിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ആത്മീക വർധനവ്. ഇന്നലേക്കാൾ ഇന്ന് എൻ്റെ ആത്മീയതയ്ക്കൊരു വർധനവുണ്ടാകണം. കാരണം തിരുമേനി എന്താ പറഞ്ഞു? ഇനി ഉറങ്ങാൻ സമയമില്ല. ഇനി എന്തിന് സമയമില്ല? നമ്മൾ പാടാറുണ്ടല്ലേ, മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാനിനിയും സമയമില്ല, മധ്യാകാശത്തിങ്കൽ മഹൽ ദീനത്തിൽ, മണവാട്ടിയായി നാം പറന്നു പോകും. ചേർന്ന് പാടാം. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാനിനിയും സമയമില്ല, മധ്യാകാശത്തിൽ
അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സ്വയം ആത്മീക വർധനവ് വരുത്തുവാൻ സാധിക്കണം. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകണം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥനയുടെ അളവുകോൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. ഇമ്പമേറിയ വാക്കുകൾ, സ്വരച്ചേർച്ചയുള്ള വാക്കുകൾ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവര് ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥനയാണോ ദൈവമേ എൻ്റെ പ്രാർത്ഥന? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ മറിയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് മറിയാമിനോട് കൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്തു. കുടുംബത്തിൽ ഒരമ്മ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അസാധ്യമായ കാര്യമാണ് മറിയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മറിയാം ചോദിക്കുക, ഇതെങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ മറിയാമിനോട് ദൂതൻ പറയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധമായിട്ട് തോന്നും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? എനിക്കിതെങ്ങനെ പറ്റും? ഞാനിതെങ്ങനെ ഈ സങ്കടം തള്ളി നീക്കും? ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കും? എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിതത്തിൻ്റെ പല കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. ദൂതൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതൻ പറയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. അപ്പോൾ അസാധ്യമായി ഇതിനെ സാധ്യമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും. എന്നാൽ നമ്മുടെ കൂട്ടായ്മകളിലെയും നമ്മുടെ കുടുംബങ്ങളിലെയും ഒക്കെ പല പ്രാർത്ഥനകളും ചൊല്ലിത്തീർക്കലാക്കി മാറിക്കൊണ്ടിരിക്കുക. കുറെ എന്തൊക്കെയോ കാണാതെ പഠിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചൊല്ലി തീർക്കുന്നവര്, നല്ല ഈണത്തിൽ പാട്ടുപാടി തീർക്കുന്നവര്. എന്നാൽ എൻ്റെ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവുണ്ടോ? അഗ്നി ചിറകുകളോടുകൂടി ദൈവസന്നിധിയിലേക്ക് പറന്നിറങ്ങാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. ഒരിക്കലേ കുറേ കുരങ്ങന്മാര് ഒന്ന് ചേർന്നിങ്ങനെ തീ കായാനിരിക്കുക. ഭയങ്കര തണുപ്പാണ്, കിടുകിട വിറയ്ക്കുകയാണ്. ഈ കുരങ്ങന്മാർ ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുരങ്ങൻ, പരിഷ്കാരിയായ ഒരു കുരങ്ങൻ പറഞ്ഞു, കാട്ടിലല്ല നാട്ടില് തീ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവിടെയുള്ള മനുഷ്യന്മാര് ഈ തീ കൂട്ടിയിടും. എന്നിട്ട് തണുപ്പ് വരുമ്പോൾ ഇതിന് ചുറ്റും ഇരിക്കും. എന്നിട്ട് അവർ തീ കായും. ഈ തീ കായുന്ന നേരത്ത് അവർക്ക് ചൂട് ലഭിക്കും. ഇത് കേട്ട മറ്റു കുരങ്ങന്മാർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഒരാളെ നാട്ടിലേക്ക് വിടണമല്ലോ. പിറ്റേ ദിവസം അതിലേറ്റവും മിടുക്കനായ ഒരാളെ നാട്ടിലേക്ക് വിട്ടു. ഈ നാട്ടിലേക്ക് പോയവൻ സന്ധ്യയ്ക്ക് മുൻപേ തന്നെ ഓടി വന്ന് എല്ലാവരോടും പറഞ്ഞു, ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓടി വന്നു. എല്ലാവരും കൂടിയിരുന്നു. കരിയിലകൾ കൂട്ടിയിട്ടു, ഉണങ്ങിയ വിറകുകൾ കൂട്ടിയിട്ടു. അവൻ്റെ കയ്യിലുള്ള പൊരി അവിടേക്ക് വെച്ചു. അവരൂതാൻ തുടങ്ങി. തീപ്പൊരി ഊതി 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 വെളുക്കുവോളം ഊതിയിട്ടും കരിയിലയ്ക്കും തീ പിടിച്ചില്ല, ഉണക്ക വിറകിനും തീ പിടിച്ചില്ല. രാവിലെ ആകാറായപ്പോൾ, പ്രഭാതത്തിൽ സൂര്യനെ കണ്ടപ്പോൾ, പ്രായമുള്ള ഒരു കുരങ്ങൻ അടുത്ത് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് തീപ്പൊരിയല്ല, തീപ്പൊരി പോലെ ഇരിക്കുന്ന മിന്നാമിനുങ്ങാണ്. അത് വെറും മിന്നാമിനുങ്ങാണ്, അത് തീപ്പൊരിയല്ല. ഇന്ന് നമ്മളുടെ ഒരു വിശ്വാസത്തെയും ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് നോക്കിക്കേ. ഭക്തിവേഷങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ശക്തിയുള്ള സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വാഗതം ആശംസിച്ചപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, സഭ കടന്നുപോയ അനേക രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി നിൽക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൽ. സഭായോഗങ്ങളെല്ലാം മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നതല്ല, മറിച്ച് കുറവുകളോടുകൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സാധിക്കൂ. കാരണം പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. അഗ്നിയുടെ പ്രത്യേകത എന്താണ്? ഒരു വസ്തു അഗ്നിക്ക് ഇരയായാൽ അശുദ്ധമായതെല്ലാം ചാരമാകും, വിശുദ്ധമായത് തിളങ്ങുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബത്തിൽ കുറവുകളുള്ളവരുണ്ടാകാം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ, സഭയിൽ കുറവുകൾ ഉണ്ടവരുണ്ടാകാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട് പറയുകയാണ്, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. നിത്യജീവൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ
നമ്മളെല്ലാവരും പറയും, അങ്ങ് അങ്ങ് സ്വർഗത്തിൽ നിത്യജീവൻ. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാലും ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കും. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കാര്യസ്ഥനായിട്ട് നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ച് നിങ്ങൾ എങ്ങോട്ട് നടക്കേണ്ടവരാണ്? നിത്യജീവനായിട്ട് നടക്കേണ്ടവരാണ്. നമ്മളെല്ലാം സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന കപ്പലിലെ സഞ്ചാരികളാണ്. കപ്പൽ ഒരിക്കലും വെള്ളം ചുറ്റുമുള്ളത് കൊണ്ട് മുങ്ങിപ്പോകുന്നില്ല. കപ്പൽ എപ്പോഴും മുങ്ങിപ്പോകുന്നത് കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമ്പോഴാണ്. നിത്യജീവനെക്കുറിച്ച് എത്ര ബോധം നമുക്കുണ്ട്! നിത്യജീവൻ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. ഈ നിത്യജീവന്റെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ആ നിത്യജീവനിലേക്കുള്ളൊരു വഴി മാത്രമാണ്. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് നിത്യജീവനിലേക്കുള്ള ഒരു താൽക്കാലികമായ ഒരു ടോക്കണാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 119-ാം സങ്കീർത്തനം 54-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. ഈ ദേശത്ത് പരദേശികളാണ് നമ്മൾ, ഇല്ലേ? നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടവരാ. ഇന്നലെ ഇതുപോലെ സന്ധ്യയിലിരുന്ന എത്രയോ പേര് ഇന്ന് രാവിലെ മാറ്റപ്പെട്ടു. ഇന്ന് രാവിലെ ഉണർന്ന എത്രയോ പേര് ഇന്ന് ഈ സമയത്തില്ല. നമ്മളിൽ എത്ര പേര് നാളെ പ്രഭാതം കാണും? ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു, ആംബുലൻസ് ഒക്കെ അവിടെ കണ്ടപ്പോൾ എല്ലാം സജ്ജമാണ്. പക്ഷെ ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ്. നിത്യജീവൻ വേണ്ടാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് ആദ്യം നിത്യജീവൻ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും അനങ്ങോ? മലയാളം അറിയാത്തവരെ പോലെ നമ്മൾ ഇരിക്കും. കാരണം എന്താ? ആദ്യം നിത്യജീവൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം മരിക്കണം. നമ്മളാരും തയ്യാറല്ല. കാരണം ഒരുക്കമുള്ളവരായിരിക്കണം നമ്മൾ ഒരുക്കം നിത്യജീവനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യജമാനൻ വരുന്ന നേരത്ത് ഉണർന്നിരിക്കുന്നവനായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. നിത്യജീവന് യജമാനൻ വരുന്ന നേരത്ത് ഒരുക്കമുള്ളവരായ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവാം ദൈവം നമ്മെ വിരുന്നിനിരുത്തും. പുത്രനാം ദൈവം നമ്മോടൊപ്പം, പരിശുദ്ധാത്മാവാം ദൈവം ജീവന്റെ കിരീടം ചൂടും. നിത്യജീവൻ എപ്പോഴും നമ്മുടെ സ്വപ്നമായിരിക്കണം. 4-ാമത് പറയുകയാണ്, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ദൈവസ്നേഹം എത്രമാത്രം നമ്മളിലുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. നമ്മളിലുള്ളത് ദൈവസ്നേഹമാണോ? നമ്മളിവിടെ ഇന്ന് കണ്ട എത്ര പേരോട് ചിരിച്ചു, പക്ഷെ എത്ര പേരോട് നമുക്ക് ആത്മാർത്ഥതയുണ്ട്? നമ്മളുടെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞു എത്രയോ പേര്. നമ്മളിൽ എത്ര പേർക്ക് അവരോടൊക്കെ ആത്മാർത്ഥതയുണ്ട്? അവർ കേൾക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് എന്താ പറയാറുള്ളത്? കുടുംബത്തിൽ ഈ ദൈവസ്നേഹമുണ്ടോ? 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 വാക്യം തൊട്ട് പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ പ്രത്യേകത. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ഇന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നവരില്ലേ? ഇനി പോകുന്ന വഴി വീട് വരെ ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ളവരില്ലേ? സ്നേഹം ദൈവസ്നേഹമാണെങ്കിൽ, ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവമേ അവിടുത്തെ രാജ്യം ഞങ്ങളുടെ ഇടയിൽ വരണമെങ്കിൽ ദൈവസ്നേഹം മിനിമം. ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, എല്ലാം പ്രത്യാശയോടെ കാണുവാൻ, നിഗളിക്കാതെ സ്വാർത്ഥതയില്ലാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം എന്ന് ഇവിടെ വിശുദ്ധനായ യൂദാസ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണെന്ന്. ഇത് ആർക്കറിയാമായിരുന്നു? പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ലേഖന കർത്താവിന് അറിയാമായിരുന്നു.
1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ. നിങ്ങളോ, ഇപ്പം നമ്മളെല്ലാം ഓർത്തു ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കുറച്ചുകൂടെയൊക്കെ തിയോളജിക്കലി പറയാമായിരുന്നു. എന്നാൽ നമ്മളോട് പറയാണ്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നത്. നമുക്കൊക്കെ എല്ലാം അറിയാമെങ്കിലും നമ്മളോട് പറയാണ്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ഇച്ഛിക്കുന്ന 3 കാര്യങ്ങൾ പറയാ. 1, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 1-ാമത്തെ കാര്യമാണ്, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. നമുക്കറിയാം, പഴയ നിയമ ചരിത്രത്തിൽ കർത്താവ് തൻ്റെ ജനത്തിന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം ഇസ്രായേൽ ജനത്തെ വഴി നടത്തി. അവർക്ക് ഭക്ഷിക്കാൻ മന്നയും അവർക്ക് ദാഹിച്ചപ്പോൾ മാറായിലെ കയ്പുള്ള ജലവും കൊടുത്തു. അവരെ അനുദിനം ശ്രദ്ധയോടെ നടന്നു. എന്നിട്ടും അനുസരിക്കാത്ത പലരും വാഗ്ദത്ത ദേശം കണ്ടില്ല. ഇറങ്ങിയത് എങ്ങോട്ടാണ്? വാഗ്ദത്ത ദേശം അവകാശമാക്കാൻ. എന്നാൽ പലരും അവിടെ എത്തിയില്ല. അവർക്ക് എത്തേണ്ട ദൂരം വെറും 847 കിലോമീറ്ററാണ്. ഞാൻ വന്ന ദൂരമൊക്കെ ഉള്ളൂ അവർക്ക് എവിടെ എത്താൻ? കനാൻ ദേശത്തെത്താൻ. പക്ഷെ അവർ നടന്നത് എത്ര വർഷമാണെന്നറിയോ? 40 വർഷം. അവരിൽ പലരും എവിടെ എത്തിയില്ല? വാഗ്ദത്ത നാട്ടിലെത്തിയില്ല. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 6-ാം വാക്യം പറയാണ്, ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി സംഭവിച്ചു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, സഹോദരന്മാരെ, നമ്മളുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു. അവരെല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയാണ്, നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നിച്ച് സഭായോഗം കൂടി, ഒന്നിച്ച് കർത്തൃമേശ ആചരിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് വചനം കേട്ടു. അവരിൽ പലരും വാഗ്ദത്ത ദേശത്ത് ചെന്നില്ല. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തുകൊണ്ടാണ് അവർ വാഗ്ദത്ത ദേശത്ത് ചെല്ലാതിരുന്നത്? 1-ാമത്തെ കാര്യം, ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവര് അനുസരണമില്ലാത്ത ജനമായിരുന്നു. അനുസരണമില്ലാത്ത ഇസ്രായേൽ ജനം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാം അറിയാം, പക്ഷെ പലപ്പോഴും പലതും അനുസരിക്കാൻ നമുക്കിഷ്ടമില്ല, നമുക്ക് താല്പര്യമില്ല. അതിന് നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? ഞാൻ ഇങ്ങനെയാണ്. ആരാണ്? ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ രീതികൾ ഇങ്ങനെയാണ്, പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അനുസരണമില്ലാത്ത ഇസ്രായേൽ ജനം അനുസരണക്കേട് നിമിത്തം 847 കിലോമീറ്ററിന് വേണ്ടി 40 വർഷം ദൈവം നടത്തി. ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും കൈയുടെ അടുത്ത് വരെ എത്തിയിട്ട് ഇതിൻ്റെ ചുറ്റും എത്ര പ്രാവശ്യം നമ്മൾ നടന്നു അല്ലേ? കുറവുകളെ ബോധ്യപ്പെട്ട് അനുദപിച്ച് ഏറ്റുപറയുന്നത് വരെ ചിലപ്പോൾ നമ്മൾ നടക്കേണ്ടി വരും. ഇസ്രായേൽ ജനം കുറച്ചു പേരെത്താത്തതിൻ്റെ കാരണം എന്തായിരുന്നെന്നറിയാമോ? മാറാവ്യാധികൾ വന്ന് പലരും മരുഭൂമിയിൽ മരണപ്പെട്ടു. കാരണം സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിന് എന്തൊക്കെ കഴിച്ചിട്ടും അവർക്ക് തൃപ്തിയില്ല. ആകാശത്തുനിന്ന് മഴ പെയ്യുന്നത് പോലെ കാടപ്പക്ഷികളെ ദൈവം പൊഴിച്ചു കൊടുത്തു. എന്നാൽ 33-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? ഇറച്ചി ആ ജനത്തിൻ്റെ പല്ലിൻ്റെ ഇടയിലിരിക്കുമ്പോഴും അവർ ദൈവത്തിനെതിരെ പിറുപിറുത്ത് പരസ്പരം അസൂയപ്പെട്ടു. ഇറച്ചി പല്ലിൻ്റെ ഇടയിലിരിക്കുമ്പോഴും അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. എന്നിട്ട് അവർ പരസ്പരം അസൂയപ്പെട്ടു. മാറാവ്യാധികൾ വന്നു. അവരിൽ പലരും വാഗ്ദത്ത ദേശം കാണാതെ മരിച്ചുപോയി. പ്രിയമുള്ളവരെ, നമുക്കും നമ്മളുടെ അനുഗ്രഹങ്ങളിലേക്കൊന്ന് നോക്കാം. പിറുപിറുപ്പോടുകൂടി വായിൽ ഇറച്ചിയിരിക്കുമ്പോഴും എനിക്ക് പോരാ,
എത്രയോ പേർക്ക് ജീവിത പങ്കാളി ഇല്ലാത്ത സ്ഥാനത്ത് എനിക്ക് ജീവിത പങ്കാളിയെ ദൈവം തന്നിട്ടും, കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല എൻ്റെ ഭർത്താവായിട്ട്, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ആഗ്രഹിച്ചതെന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. എത്രയോ പേർക്ക് മക്കളില്ലാത്തപ്പോൾ, എത്രയോ പേരുടെ മക്കള് കിടന്ന കിടപ്പിൽ കിടക്കുമ്പം ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെ എത്താതിരിക്കുമ്പം നമ്മൾ പറയില്ലേ, ദൈവമേ, ഇങ്ങനത്തെ രണ്ടെണ്ണത്തിനെ അല്ല ദൈവമേ ഞാൻ ആഗ്രഹിച്ചത്. പല സഭകളിൽ നമ്മൾ അയക്കപ്പെടുമ്പോൾ, പലയിടത്തും നമ്മൾ വന്നു കയറുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഞാനിതല്ല. പല്ലിനിടയിൽ ഇറച്ചിയിരിക്കുമ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെതിരെ പിറുപിറുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? പിറുപിറുപ്പിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? തൃപ്തിയില്ലാത്ത ആത്മാവ്. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയച്ച് തൃപ്തിയുള്ള ഒരു ആത്മാവിനെ. ഇവിടെ വന്നിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, കർത്താവേ, നിന്റെ രാജ്യം വരുവാൻ എൻ്റെ ഉള്ളിൽ തൃപ്തിയുള്ള ആത്മാവിനെ നീ ഒന്ന് പുതുക്കണം. 2, നമുക്ക് തൃപ്തിയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമുക്കില്ലാത്തതല്ല, നമുക്കില്ലാത്ത പലതും മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കില്ലാത്തത് നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കും. എനിക്കില്ലാത്ത പലതും മറ്റുള്ളവർക്കുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാതെ നിരാശയുണ്ടാകുന്ന ഒരവസ്ഥ. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുപിറുപ്പില്ലാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പലരും മാറാവ്യാധികൾ വന്നു. 3, ഇസ്രായേൽ ജനത്തിൽ പലരും ലക്ഷ്യസ്ഥാനത്തെത്താത്തതിൻ്റെ കാരണം തീവ്രമായ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. തീവ്രമായ സർപ്പത്തിൻ്റെ കടിയേറ്റ് പലരും മരണപ്പെട്ടു. കാരണം എന്തായിരുന്നു? സംഖ്യാപുസ്തകത്തിൽ വീണ്ടും കാണാം, 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. ഞങ്ങൾ മടുത്തു. വിശ്വാസ ജീവിതത്തിൽ പിറുപിറുപ്പോടുകൂടി നമ്മൾ ഇരിക്കാറുണ്ടോ? ഞങ്ങൾ പിറുപിറുപ്പോടുകൂടി എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാനിതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ പോവാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇനി ഈ സഭയിൽ വരുന്നില്ല, എനിക്ക് മാത്രം ഇതൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഈ സഭയിൽ വരുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഗ്രംബിൾ, ദൈവത്തിനെതിരെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, അസൂയകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടോ? ഒരിക്കലേ ഒട്ടകത്തിൻ്റെ കുട്ടി ഒട്ടകവും കൂടെ ഇങ്ങനെ മരുഭൂമിയിൽ കൂടെ നടന്നു പോവുക. അപ്പം ഈ കുട്ടി ഒട്ടകം അമ്മ ഒട്ടകത്തിനോട് ചോദിക്കുക, അമ്മ, നമ്മൾ മാത്രം എന്താ അമ്മ ഇങ്ങനെ? അപ്പം അമ്മ ചോദിച്ചു, എങ്ങനെ? അമ്മ നോക്ക്, നമ്മുടെ കാലുകളെല്ലാം ഇങ്ങനെ കൂട്ടി ഒട്ടിയിരിക്കുക, ഒരു ഭംഗിയും ഇല്ലല്ലോ. അമ്മ ഒട്ടകം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് പറഞ്ഞു, അമ്മേ, നമ്മുടെ കണ്ണുകൾ മാത്രം എന്താ ഇങ്ങനെ പീലി വന്ന് മൂടി, ഒരു ഭംഗിയില്ലാതെ? മാനുകളുടെയൊക്കെ കണ്ണുകൾ നോക്ക്, എത്ര മനോഹരമാ. അമ്മ ഒട്ടകം അപ്പോഴും ഒന്നും പറഞ്ഞില്ല. മൂന്നാമത് കുട്ടി ഒട്ടകം ചോദിച്ചു, അമ്മേ, നമ്മളുടെ മുതുകത്ത് മാത്രം എന്താ ഇത്രയും വലിയൊരു കൂന്? എത്ര നല്ല ജീവികളുണ്ട്, നമ്മളെന്താ ഇങ്ങനൊരു ഭംഗിയില്ലാത്തത്? അമ്മ ഒട്ടകം കുട്ടി ഒട്ടകത്തിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലാകാനാണ്. ഈ മരുഭൂമിയിലെ കപ്പലാകാനാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ മുഴുവൻ മണൽത്തരികളാണ്. മണൽത്തരികൾ കാലുകളുടെ ഇടയിൽ കൂടി കയറിയാൽ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം നമ്മുടെ കാലുകളുടെ വിരലുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണുകളോ? അമ്മ പറയാണ്, മരുഭൂമിയിൽ മണൽക്കാറ്റുകൾ ഉണ്ടാകും. ഈ മണൽക്കാറ്റ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പോയി നമ്മുടെ വിഷൻ ബ്ലറാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ കണ്ണുകൾക്ക് നീണ്ട പീലികൾ കൊണ്ട് ദൈവം സംരക്ഷണം തന്നിരിക്കുന്നത്. കുട്ടി ഒട്ടകം ചോദിച്ചു, അമ്മേ, അങ്ങനെയെങ്കിൽ ഈ ഭംഗിയില്ലാത്ത ഈ കൂനെന്തിനാ നമ്മുടെ മുതുകത്തിരിക്കുന്നത്? അമ്മ ഒട്ടകം പറഞ്ഞു, മക്കളെ, മരുഭൂമിയിൽ ഒരുപാട് ജലസ്രോതസ്സുകളോ ആഹാരങ്ങളോ ഇല്ല. അനേകം ഊർജം സംഭരിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. മറ്റുള്ളവർക്കില്ലാത്തത് അതുകൊണ്ട് ഒരുപക്ഷെ നമുക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തോടും കൂടെയുള്ളവരോടും ഒക്കെ നമ്മൾ പിറുപിറുക്കുമ്പം നമ്മളോട് തന്നെ പറയണം, ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ നിയോഗമാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്.
ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നിയോഗ. ഇങ്ങനെയുള്ള അപ്പനെയും അമ്മയെയും കിട്ടിയത് എൻ്റെ നിയോഗമാണ്. ഇങ്ങനെയുള്ള മക്കളെ, ഇങ്ങനെയുള്ള മാതാപിതാക്കളെ, ഇങ്ങനെയുള്ള മരുമക്കളെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ, ഇങ്ങനെയുള്ള എല്ലാവരെയും കിട്ടിയിരിക്കുന്നത് ദൈവം അറിയാതെയല്ല. മരുഭൂമിയിലെ കപ്പലാകാൻ ആർക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മളുടെ കഷ്ടങ്ങളുടെ പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും യഹോവ എനിക്ക് നൽകുമെന്ന് പറഞ്ഞ് വരും തലമുറയെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനത്തിൽ സാധിക്കണം. വീണ്ടും ഇസ്രായേൽ ജനത്തിൽ പലരും വാഗ്ദത്ത ദേശത്തെത്തിയില്ല. കാരണം എന്തായിരുന്നു? അവർ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി. മോശ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ് കണ്ടത്. ഇന്ന് നമ്മളുടെ വിശ്വാസത്തേക്ക് ഒന്ന് തൂക്കി നോക്കിയാൽ നമ്മുടെ വിശ്വാസവും എങ്ങനെയാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുന്ന സ്വഭാവം നമ്മളിൽ ചിലരുടെയെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. 2, ദൈവത്തെക്കാൾ കൂടുതൽ ദ്രവ്യത്തെ വണങ്ങുന്ന സ്വഭാവം നമ്മളുടെ ഉള്ളിലുണ്ടോ എന്ന് ചിന്തിക്കണം. 3, ദൈവത്തെക്കാൾ കൂടുതൽ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവര് നമ്മളുടെ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കണം. 1, ദൈവത്തെക്കാൾ കൂടുതൽ രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഭയങ്കര പാട്ടും പ്രാർത്ഥനയാ. പക്ഷേ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സമീപിക്കുവാൻ മറ്റിടങ്ങളെ അന്വേഷിച്ച് ചെല്ലുന്ന വിശ്വാസികളാണെങ്കിൽ നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസത്തോട് എത്ര നീതി പുലർത്തുന്നുണ്ട് എന്ന് നമ്മൾ ചോദിക്കണം. 2, ദൈവത്തെക്കാൾ കൂടുതൽ ദ്രവ്യം. ശരിയാണ്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദ്രവ്യം വേണം, വേണ്ട എന്നല്ല. എന്നാൽ ദൈവത്തെക്കാൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൂടെ ജോലി ചെയ്യുന്ന നമ്മൾ പറയുന്നത് ഒന്നിനും സമയമില്ല. നമ്മൾ എന്താ പറയുന്നത്? ഒന്നിനും സമയമില്ല. നിനക്ക് സമയം തന്ന് നിന്നെ നീയാക്കി നിന്നെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ നിനക്ക് സമയമില്ലെങ്കിൽ നിന്റെ സമയം വെന്തു പോകുകയല്ലേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഇരിക്കാൻ എനിക്ക് സമയമുണ്ടാകണം. മക്കളുടെ മുൻപിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ എനിക്ക് സമയമുണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഞാൻ ദ്രവ്യത്തെ ആരാധിക്കുക. 3, ദൈവത്തെക്കാൾ കൂടുതൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്നവരാണോ നമ്മൾ? അത് മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞത്, നീ നിന്നെ പോലെ നിന്നെ അയൽക്കാരനെയും. ആരെ പോലെ? നിന്നെ പോലെ. നമ്മളെപ്പോഴും അടിവരയിടുന്നത് എന്താണെന്നറിയാമോ? അയൽക്കാരനെ സ്നേഹിക്കണം. അതിന് മുൻപിലൊരു വാക്കുണ്ട്, എന്ത്? നിന്നെ പോലെ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ പറയും, ക്ഷമിക്കച്ച, വിട്ടുകളച്ച, പോട്ടച്ച. അച്ഛനല്ലേ ക്ഷമിക്കേണ്ടത്. പക്ഷെ നമ്മളെ ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പം അച്ഛൻ പറയും ക്ഷമിക്ക്. എന്നിട്ട് അച്ഛൻ ഇത് ക്ഷമിക്കേണ്ട കേസൊന്നുമല്ല, ഇത് ഞാൻ ക്ഷമിക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ദൈവത്തെക്കാൾ കൂടുതൽ എന്നെ തന്നെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ പോലെ പലപ്പോഴും അവകാശങ്ങൾ അനുഭവിക്കാതെ ബന്ധനങ്ങളാക്കി കടന്നു പോകും. രണ്ടാമതായിട്ട് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് 6-ാമത്തെ വാക്യത്തിൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിലിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവസന്നിധിയിൽ സ്വർഗത്തിലുണ്ടായിരുന്ന ദൂതന്മാരിൽ എല്ലാ അധികാരവും എല്ലാ മഹത്വവും ദൈവം അവർക്ക് കൊടുത്തപ്പോൾ 3 വൃന്ദം ദൂതന്മാർക്ക് സ്വർഗത്തിലൊരു തോന്നലുണ്ടായി, ഞങ്ങൾ എന്തിന് ദൈവത്തെ ആരാധിക്കണം? അധികാരമോഹം അവരിൽ ഭ്രമമായി കയറി വന്നു. ഈ ഭ്രമം അവരെ എന്തു ചെയ്തു? മീഖായേലും സഹസൈന്യ സംഘവും ചേർന്ന് വെട്ടി ഭൂമിയുടെ അധോഭാഗത്തേക്ക് എറിഞ്ഞു. അവർ ഭൂമിയുടെ അടിയിൽ ചങ്ങലയിട്ടിരിക്കുന്നു. അവരാണ് നമ്മളുടെ ഇടയിൽ കിടന്ന് കറങ്ങുന്നത്. എവിടം തൊട്ട്? ഏദൻ പറുദീസ തൊട്ട്. ആംഗലേയ സാഹിത്യകാരൻ ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്, സ്വർഗം നഷ്ടപ്പെട്ട മനുഷ്യൻ. എന്താണ് കാരണം? ഈ സാത്താൻ പറുദീസയുടെ അധികാരിയായ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടവളായ
ഹൗവയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിനക്കും ദൈവത്തെ പോലെ ആകണോ? നിനക്കും അതേ തന്ത്രം, അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു? അപ്പനെന്ന അധികാരത്തെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ വാക്കുകൾ ഒരപ്പന് ചേർന്ന വാക്കുകളാണോ? അമ്മ എന്ന എൻ്റെ അധികാരത്തെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരമ്മ ഭൂമിയിൽ ചെയ്യേണ്ട പറയേണ്ട പ്രവൃത്തികളും വാക്കുകളുമാണോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? എൻ്റെ ജോലിയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്തിൽ ഞാൻ എങ്ങനെയാണ്? നമുക്കെല്ലാം കസേരകൾ മാത്രം മതിയോ? ആ കസേരയ്ക്ക് യോഗ്യമാം വണ്ണം പ്രവൃത്തികൾ, വിളിക്ക് യോഗ്യമാം വണ്ണം നമ്മുടെ പ്രവൃത്തികൾക്കും പ്രവർത്തനങ്ങൾക്കും ആയിത്തീരാൻ സാധിക്കുന്നുണ്ടോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതലുള്ള വാക്കുകൾ പറയുന്നുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു? ഇവിടെ ചോദിക്കുകയാണ്, ആകാശത്ത് നിന്ന് താഴേക്ക് വീണ ദൂതനോട് ചോദിക്കുക, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു? ഇവിടെ അരുണോദയ പുത്രൻ എന്ന സ്ഥാനത്ത് നമുക്ക് നമ്മുടെ പേരൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. എങ്ങനെയാണ് ഞാൻ വീണു പോകുന്നത്? ചില കാര്യങ്ങളിൽ എനിക്ക് നല്ല കൺട്രോളാണ്, പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും. നമ്മൾ ദേഷ്യമുള്ളവരോട് പറയും ദേഷ്യപ്പെടരുത്, മദ്യപിക്കുന്നവരോട് നമ്മൾ പറയും ഇങ്ങനെ മദ്യപിക്കരുത്. പക്ഷെ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം, നമ്മളുടെ എല്ലാം ബലഹീനതകൾ വ്യത്യസ്തമാണ്. ഈ സാത്താൻ എപ്പോഴും അകത്തേക്ക് കയറുന്നത് തുറന്നിട്ട വാതിൽ കൂടിയല്ല, നമ്മളുടെ ബലഹീനതയാകുന്ന വാതിലിനകത്തൂടെയാ. നമ്മളിൽ ആരെങ്കിലും സാത്താനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? സാത്താനെ നേരിട്ട് കാണാൻ സാത്താന് ശരീരമാകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്തിലാണ് സാത്താൻ കയറുന്നത്? ഒരാളിൽ ദേഷ്യത്തിലാണെങ്കിൽ മറ്റൊരാളിൽ കൂടെ അസൂയയിലായിരിക്കും, വേറൊരാൾ എടുത്തുചാട്ടത്തിലായിരിക്കും, മറ്റൊരാൾക്ക് ക്ഷമയില്ലാത്ത അവസ്ഥയിലായിരിക്കും, വേറൊരാൾക്ക് പരസ്പരം പിണങ്ങിയിരിക്കുന്ന സ്വഭാവമായിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഭയങ്കര ഭക്തി ജീവിതമാണ്, പിണക്കത്തിന് യാതൊരു കുറവും വരുത്താത്തവർ നമ്മളിലുണ്ട്. ഈ കൂടെ വന്ന് ദൈവരാജ്യം വരണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം മുൻപ് പിണങ്ങിയ പലരെയും നമ്മൾ ഇവിടുന്ന് കണ്ടിട്ട് പോയിട്ട് പോലും കണ്ടിട്ട് തിരിഞ്ഞു നിന്ന് പോകുന്നവരാണ് നമ്മളെങ്കിൽ എങ്ങനെ ദൈവരാജ്യം നമ്മളുടെ ഇടയിൽ വരും? 3 തരത്തിലാണ് മനുഷ്യന് വീഴ്ചകൾ വരുന്നത്. ഒന്നാമത്തെ വീഴ്ച ദൈവം അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തരുന്ന വീഴ്ച. എന്തിനു വേണ്ടി? എന്നെ കൂടുതൽ ചെത്തി വെടിപ്പാക്കി മനോഹരമായ ആയുധമാക്കി മാറ്റാൻ. ഇന്ന് ഞാൻ ചില കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ ദൈവം എന്നെ കൂടുതൽ മനോഹരമാക്കാൻ, എന്നെ എടുക്കാൻ, എന്നെ ചെത്തി വെടിപ്പാക്കി കൂടുതൽ തളിർപ്പുണ്ടാകാൻ കാലങ്ങളിൽ നമ്മൾ മരങ്ങൾ വെട്ടി നിർത്തും. എന്തിനു വേണ്ടിയാ? നല്ല തളിർത്ത ഇലകൾ വരാൻ, അല്ലേ? വെറുതെ കൊന്നക്കൊമ്പ് പോലെ മുകളിലോട്ട് പോകാതെ വെട്ടി നിർത്തുന്ന കർത്താവ്, എന്നെ ചേർത്ത് പിടിക്കുന്ന, എൻ്റെ കഷ്ട നഷ്ട ശോധനകളിൽ എന്നെ ചേർത്ത് നിർത്തുന്ന ദൈവം. രണ്ടാമത്തെ വീഴ്ച എവിടെയാണെന്നറിയോ? അരുണോദയ പുത്രനായ ശുക്ര, നിന്റെ ബലഹീനതകളിലാണ്. നമ്മളുടെ എല്ലാം ബലഹീനത എന്താ? നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയും, ഫോണാണ് എൻ്റെ ഏറ്റവും വലിയ ബലഹീനത. എന്നിട്ട് സ്കൂളിൽ വന്ന് നമ്മൾ അധ്യാപകരോട് പറയും, ടീച്ചറെ ഇവൻ വീട്ടിൽ വന്നാൽ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം താഴേക്ക് വെക്കില്ല. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മളിത് എത്ര നേരം താഴേക്ക് വെക്കുന്നുണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന വലിയൊരു ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിരാവിലെ ഉണർന്നിട്ട് ഈ സ്വിറ്റ്സർലൻഡിൽ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സ്കോട്ട്ലൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കും. അടുക്കള നിൽക്കുന്ന ഭാര്യയോടൊന്നും മിണ്ടാൻ എനിക്ക് നേരമില്ല. ലോകത്തിലെല്ലാവരോടും വലിയ കാര്യങ്ങൾ പറയും. തമ്മിൽ സംസാരിക്കാൻ, തമ്മിൽ യോജിച്ചു പോകാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കൂടെയുള്ളപ്പോൾ കുറവുകളോടുകൂടി ചേർത്ത് പിടിക്കാൻ നമുക്കറിയാം. ഈ വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ അവർക്കുണ്ട്. നമുക്കറിയാം ഇതിനി മാറ്റാൻ. ഞാൻ വന്ന വീട്ടിൽ ആ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട്. കുറവുകളോടുകൂടി അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ബലഹീനതയിൽ കൂടി സാത്താൻ കയറും. മൂന്നാമത്തെ വീഴ്ച
അരുതെന്നറിഞ്ഞിട്ടും വീണ്ടും താലോലിക്കുന്ന തെറ്റുകൾ. അരുതാണെന്ന് നമുക്കറിയാം, അരുതാണ്. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാത്തത് തെറ്റാണെന്ന് നമുക്കറിയാം. സന്ധ്യയിൽ നന്ദി പറയാത്തത് തെറ്റാണെന്ന് നമുക്കറിയാം. എന്നാലും ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ഇന്ന് എങ്ങനെയുണ്ട്? പലപ്പോഴും രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഒരാൾ വാതിലിലെ സ്റ്റെപ്പിലിരുന്നിട്ടും, ഒരാൾ അടുക്കളയിലിരുന്നിട്ടും, ഒരാൾ പായിലിരുന്നിട്ടും, 4 വശത്തിലിരുന്നിട്ടാണ്. എന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ണുനീരോടെ ഒരുമനപ്പെട്ട് അരുതാണെന്നറിയുന്ന കാര്യങ്ങളെ ചെയ്യണം. സഹോദര സ്നേഹം ദൈവസന്നിധിയിൽ ആബേലും കയീനും തമ്മിലുള്ള മത്സരം, കയീൻ്റെ വീഴ്ച സഹോദരനോടുള്ള ചോദ്യമായിരുന്നു. നിന്റെ സഹോദരൻ എവിടെയെന്നുള്ള ചോദ്യമാണ്. അരുതെന്നറിയാം, ചില കാര്യങ്ങൾ ചെയ്യരുതെന്നറിയാം. പക്ഷെ നമ്മൾ പറയും, ആ സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ പെരുമാറേണ്ടി വന്നു. അങ്ങനെ പറയാൻ ദൈവസന്നിധിയിൽ ഇടവരരുത്. ആകയാൽ പ്രിയമുള്ളവരെ, അരുണോദയ പുത്ര, നീ എന്തിനാൽ വീണു എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. മൂന്നാമതായിട്ട് യൂദാലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അതുപോലെ സോദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അതുകൊണ്ട് സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും, ചുറ്റുമുള്ള 5 പട്ടണങ്ങൾ. ഈ സോദോം ഗൊമോറ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എഴുത്തും വായന അറിയാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സോദോമും ഗൊമോറയും നശിച്ചു പോയി എന്ന്, ഉന്മൂലനാശം. അവരോടൊപ്പം 5 നഗരങ്ങൾ, സോദോം, ഗൊമോറ, ആത്മ, സബോയിം, സോവർ. ഈ 5 നഗരങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉന്മൂലനാശം. ഈ ഉന്മൂലനാശം ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു? അവരുടെ ഇടയിലേക്ക് തീയും ഗന്ധകവും അയച്ചു. തീയും ഗന്ധകവും എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയില്ല, പക്ഷെ നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാവും. സൾഫർ മഴ, ആസിഡ് മഴ പെയ്ത് ആ ദേശം നശിച്ചുപോയി. എന്തായിരുന്നു ദൈവം അവരെ നശിപ്പിക്കാൻ കാരണം? 1, അവരുടെ ലൈംഗിക ദുർനടപ്പ്. 2, പ്രകൃതി വിരുദ്ധ മോഹങ്ങൾ. 3, അഹങ്കാരം, ധൂർത്ത്, ധാർഷ്ട്യം. ഇതിലേതെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ലൈംഗിക ദുർനടപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പരസ്യമായിട്ട് നമുക്കത് ഉണ്ടാകണമെന്നില്ല. ദൈവമേ, രഹസ്യ കാര്യങ്ങളിൽ നീ എന്നെ കുറ്റം വിധിക്കരുതേ എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, രഹസ്യ കാര്യങ്ങളിൽ നീ എന്നെ കുറ്റം വിധിക്കരുതേ എന്ന്. ഒരുപക്ഷെ നമ്മളുടെ ഫോണാണോ നമുക്ക് പാപത്തിന് കാരണമാകുന്നത്? എൻ്റെ കണ്ണാണോ എൻ്റെ പാപത്തിന് കാരണമാകുന്നത്? എൻ്റെ കേൾവിയാണോ എൻ്റെ പാപത്തിന് കാരണമാകുന്നത്? ഒളിവായി നോക്കാതെ എൻ്റെ കണ്ണുകളെയും വഞ്ചന കേൾക്കാതെ എൻ്റെ കാതുകളെയും കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് എല്ലപ്പോഴും പ്രാർത്ഥിക്കണം. വഞ്ചന ഒളിവായിട്ട് നോക്കാതെ എൻ്റെ കണ്ണിനെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യ കാര്യങ്ങളെ അറിയാൻ നമുക്ക് വലിയ ഉത്സാഹമാണ്. കുറച്ചു നേരമൊക്കെ പറയും, നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ടെന്ന് പറയും. എന്നിട്ട് നമ്മൾ തന്നെ ചോദിക്കും, എന്നിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? എന്നിട്ട് അതിപ്പോൾ എന്തായി? 4 വർഷം കഴിഞ്ഞാലും ഇപ്പം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കോടതി അവരെ വെറുതെ വിട്ടാലും നമ്മൾ വെറുതെ വിടാറുണ്ടോ? നമ്മളവരെ വെറുതെ വിടാറുണ്ടോ? നമ്മളവരെ വെറുതെ വിടാറേയില്ല. ദൈവം അവരോട് ക്ഷമിച്ചാലും നമ്മളോട് ചോദിക്കണം, എവിടെയാണ് ഞാൻ ഒളിഞ്ഞു നോക്കുന്നത്? മറ്റൊരാളിൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയണം, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. ഒളിഞ്ഞു നോക്കാൻ എനിക്കിടവരുതരുത്. 2, വഞ്ചന കേൾക്കാതിരിക്കാൻ. നമുക്ക് കേൾക്കാൻ ഏറ്റവും രസമുള്ള കേൾവി നമ്മുടേതല്ലാത്ത മറ്റുള്ളവരുടെ കേൾവികളാണ്. ദൈവമേ, അത് കേൾക്കാൻ എൻ്റെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ആ കേൾവികൾ, വഞ്ചന പറയാതെ എൻ്റെ നാവ്, ദോഷം ചിന്തിക്കാതെ എൻ്റെ മനസ്സ്, എൻ്റെ ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടാകണം. ബന്ധങ്ങളിൽ, എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ
ബന്ധങ്ങളിൽ, എൻ്റെ കർമ്മങ്ങളിൽ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. എൻ്റെ ദുർനടപ്പ് ഞാൻ ശോധന ചെയ്യണം, അല്ലെങ്കിൽ സോദോമും ഗൊമോറയും പോലെ നശിച്ചു പോകും. ഈ സോദോം ഗൊമോറ നശിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ് അബ്രഹാം പിതാവ് യഹോവയാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പാ പിതാവേ, ഈ ദേശത്തെ രക്ഷിക്കുവാൻ ഞാൻ 50 നീതിമാന്മാരെ കൊണ്ടുവരട്ടെ എന്ന്. യഹോവയാം ദൈവം പറയാ, ചെല്ല് കൊണ്ടുവാ. കിട്ടിയില്ല. പിന്നെ ചോദിച്ചു, 40 പേരെ കൊണ്ടുവരട്ടെ? കിട്ടിയില്ല. അത് 30ആയി, 20ആയി. 10 പേരെ പോലും എടുക്കാനില്ലാതെ ദൈവസന്നിധിയിൽ തലകുമ്പിട്ട് നിൽക്കുന്ന അബ്രഹാം പിതാവിനെ പോലെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നുവോ? ഇന്ന് ദേശത്തെ ഉന്മൂലനം ചെയ്യുവാൻ ദൈവം ഇവിടേക്ക് ദൂതനെ അയക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴിവിടുന്ന് ഇതിൻ്റെ മേൽ അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ദൈവമേ, 50 നീതിമാന്മാരായി ഞാൻ ഇവിടെ നിന്ന് എടുക്കട്ടെയോ എന്ന്. അതിലൊരാളാവാൻ നമുക്ക് സാധിക്കുമോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ദൈവസന്നിധിയിൽ അച്ഛൻ എഴുന്നേറ്റ് എന്ന് പറയാം, കർത്താവേ, 10 പേരെ പോലും എടുക്കാനില്ല, 10 പേരെ പോലും എടുക്കാനില്ല. അങ്ങനെ പറയുമ്പം നമ്മൾ നമ്മളോട് ചോദിക്കണം, ഞാൻ നിമിത്തം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ? അതോ ഞാൻ നിമിത്തം എൻ്റെ ഭവനവും ദൈവം ഉന്മൂലനാശം ചെയ്യാൻ ഇടയാകുമോ? അങ്ങനെയെങ്കിൽ ദൈവമേ, എൻ്റെ ദുർനടപ്പ്, എൻ്റെ അഹങ്കാര സംസാരം, എൻ്റെ അഹങ്കാരം പലപ്പോഴും കഴിഞ്ഞ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തുണ്ട് നമുക്ക്? ചോദിച്ചതിലും നനച്ചതിലും, ഇവിടെ ആദ്യം തന്നെ പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പ്രാർത്ഥിച്ച ആദ്യത്തെ വാക്കാത്, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് നൽകിയതല്ലാതെ, ലഭിച്ചതല്ലാതെ അഹങ്കരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? 3, ധൂർത്ത്. എന്തെങ്കിലും ഇത്തിരി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ധൂർത്താണ് നമുക്ക്. ഇത്തിരി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ധൂർത്താണ് നമുക്ക്. എന്നാൽ ധൂർത്തന്മാരുടെ ഈ ലോകത്തിൽ നമ്മളെ തന്നെ ദൈവത്തിന് യോഗ്യരാക്കി വെക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതുകൊണ്ടാണ് ശ്ലീഹ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഇസ്രായേൽ ജനത്തെ പോലെ ദൈവമേ, അനുസരണക്കേട് കാട്ടി പിറുപിറുപ്പോടുകൂടി അഹന്തയോടുകൂടി ഞാനെന്ന ഭാവത്തോടുകൂടി ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ ഭവനം ദൈവം വസിക്കുന്ന ദൈവരാജ്യമാകാതെ ഇരിക്കുന്നുണ്ടോ? എൻ്റെ സഭ ദൈവരാജ്യമാകാതെ ഇരിക്കുന്നുണ്ടോ? 2, അധികാരമോഹമുള്ള ഈ ദൂതന്മാരെ പോലെ എൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. 3, സോദോമിലെയും ഗൊമോറയിലെയും ജനങ്ങളെ പോലെ കർത്താവേ, ഞങ്ങളുടെ ഈ തലമുറയുടെ മുൻപിൽ മാതൃകയുള്ളവരായി തീരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ അനുദിനം ആത്മീക വർധനവ് വരുത്തുന്നവരായിരിക്കണം. അനുദിനം ആത്മീക വർധനവ് വരുത്തുന്നവരായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മ നിറവുള്ളതായി തീരട്ടെ. ദൈവരാജ്യം നമ്മളുടെ ഇടയിൽ ഭക്ഷണമോ പാനീയമോമല്ല, അത് നീതിയും സമാധാനവുമാണെന്ന് നമുക്കറിയാം. അത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്തുവിനാൽ അത് ആരംഭിക്കപ്പെട്ടതും സഭയിൽ ജീവിച്ചിരിക്കുന്നതും അവസാനത്തിൽ മഹത്വത്തോടെ പൂർണ്ണത പ്രാപിക്കേണ്ടതുമാണ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യം വെറുമൊരു ആനുകൂല്യം മാത്രമല്ല, അത് വിളിയും വലിയ ഉത്തരവാദിത്വവുമാണ്. ആ അവകാശം നമുക്ക് കൃപയാലാണ് ലഭിച്ചത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷ പ്രാപിക്കേണ്ടത്. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ അനന്തര തലമുറയിലേക്ക് കൈമാറാൻ ശക്തിയുള്ള സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവരാജ്യം എന്നിൽ വരണം. പൗലോസ് ലേഖ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ആ ദൈവരാജ്യം എന്നിൽ വരണം. ഞാനായിരിക്കുന്ന ഭവനത്തിൽ വരണം, ഞാനായിരിക്കുന്ന സഭയിൽ വരണം, ഞാനായിരിക്കുന്ന ദേശത്തിൽ വരണം, ഞാനായിരിക്കുന്ന രാജ്യത്തിൽ വരണം. അപ്പോഴാണ് കർത്താവിനോട് ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, കർത്താവേ, അവിടുത്തെ രാജ്യം ഐഹികമല്ലാത്തതിനാൽ അവിടുത്തെ 2ാമത്തെ വരവ് വരെയും ഒരുക്കമുള്ള ഒരു തലമുറയെ
ദൈവത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ